എല്ലാ സത്യപ്രവാചകന്മാരും ഒരുപോലെ വിളിച്ചപേക്ഷിച്ചിട്ടുള്ള യഹോവ ശിവ ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും മാറ്റപ്പെടുമാറാകട്ടെ. ബൈബിളിലെ മൂലപാപ സിദ്ധാന്തത്തിനെതിരെ ദാവാക്കാരും ചില ക്രിസ്ത്യൻ കൾട്ടുകളും ധാരാളം വിമർശനങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മൂലപാപം എന്ന ഒന്നില്ല എന്നാണ് ഇവരുടെ വാദം. അതിന് തെളിവായി ബൈബിളിൽ നിന്ന് തന്നെ ചില വാക്യങ്ങൾ ഇവർ അടർത്തിയെടുത്ത് കൊണ്ടുവരാറുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു വാക്യം ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്, താന്താന്റെ പാപത്തിന് താന്താൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ്, ആദാം പാപം ചെയ്തെങ്കിൽ അതിന്റെ പേരിൽ ആദാമിന്റെ മക്കൾ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അപ്പന്മാർക്ക് പകരം മക്കൾ ശിക്ഷ അനുഭവിക്കരുതെന്ന്. അതുകൊണ്ട് ഈ മൂലപാപം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ്, അത് ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള ആശയമാണെന്നൊക്കെ ദാവാക്കാർ പറയാറുണ്ട്. നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വാക്യം ആവർത്തന പുസ്തകം 24-ന്റെ-16 പറയുന്ന ഈ വാക്യം ഇത് മൂലപാപത്തെ കുറിച്ച് പറയുന്നതേ അല്ല. ഇവിടെ ആദാമിന്റെ പാപത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ജന്മപാപത്തെ കുറിച്ചുള്ള ഒരു ഇതും ഇവിടെ ഇല്ല. ഈ വാക്യം എന്തിനെ കുറിച്ചുള്ളതാണെന്ന് അറിയണമെങ്കിൽ ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം നോക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ച് നടക്കേണ്ടുന്ന ചട്ടങ്ങളും വിധികളുമാണിത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ രാജ്യത്തിന്റെ അകത്ത് യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം എന്ന് പറയുന്നത് കനാൻ നാട് അഥവാ ഇസ്രായേൽ രാജ്യമാണ്. ആ ഇസ്രായേൽ രാജ്യത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ച് നടക്കേണ്ടുന്ന ചട്ടങ്ങളും വിധികളും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് വാഗ്ദത്തദേശമായ ഇസ്രായേലിന്റെ അകത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം ഇസ്രായേൽ മക്കൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും വിധികളുമാണ് ഇത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പുറകോട്ട് വരുമ്പോൾ 24-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യം പറയുന്നത്. അതായത് മരണശേഷമുള്ള ന്യായവിധിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചല്ല, ഭൂമിയിൽ വെച്ചുള്ള കുറ്റത്തെയും അതിന്റെ ശിക്ഷയെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ആവർത്തനം 24-ന്റെ 16-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോ വായിച്ചത്. അതിന്റെ മുകളിലും താഴെയുമുള്ള വാക്യങ്ങൾ കൂടി വായിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കാൻ പോകുന്ന ദേശത്ത് എത്തിയതിനു ശേഷം അനുവർത്തിക്കേണ്ട നിയമത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ആദമിലൂടെ പാപം മനുഷ്യരിലേക്ക് വന്ന കാര്യമല്ല എന്ന് പറയുന്നത് അവിടെ പറയുന്നുള്ള കാര്യം ഇത് വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ നിയമം ഇന്ന് ലോകത്തുള്ള എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അപ്പൻ കൊലപാതകം നടത്തിയതിന് മകനെ പിടിച്ച് തൂക്കിലിടുന്ന പരിപാടി ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ പരിഷ്കൃത രാജ്യത്ത് നടക്കുകയില്ല. അല്ലെങ്കിൽ അപ്പൻ മോഷണം നടത്തി അതിന്റെ പേരിൽ മോനെ പിടിച്ച് തടവിലിടുന്ന പരിപാടിയില്ല. അപ്പൻ ട്രാഫിക് നിയമം ലംഘിച്ചതിന്റെ പേരിൽ മോനെ പിടിച്ച് പെറ്റടിപ്പിക്കുന്ന പരിപാടിയൊന്നും അത് ചെയ്യില്ല, ആരും ചെയ്യുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ്, അങ്ങനെയുള്ള ഇത് കാര്യമാണ് പറയുന്നത്. അത് ഇസ്രായേലിന്റെ അകത്ത് അങ്ങനെയുള്ള നീതി നിഷേധം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്, അല്ലാതെ ആദാമിന്റെ പാപത്തെ കുറിച്ചേ അല്ല. ഇസ്രായേല് ഈ വാക്യത്തിൽ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ബൈബിളിൽ തന്നെ ഒരു സന്ദർഭം വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. യഹൂദിയയില് യോവാശ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ യോവാശിന്റെ ഭൃത്യന്മാര് യോവാശിനെതിരെ കൂട്ടുകെട്ടി ഉണ്ടാക്കിയിട്ട് അവനെ കൊന്നു കളഞ്ഞതായി ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവനെ കൊന്നു കളഞ്ഞതിന് ശേഷം ഈ യോവാശിന്റെ മകൻ അമസ്യാവ് എന്ന് പറയുന്ന ആള് രാജാവായി. ഈ അമസ്യാവ് ഭരണത്തിൽ അവൻ ഏറിക്കഴിഞ്ഞപ്പോൾ അവൻ ചെയ്തത് തന്റെ അപ്പനെ കൊന്നവർക്ക് അവൻ വധശിക്ഷ നടത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവരുടെ മക്കളോട് അവൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ആ കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? രാജത്വം അവന്, അതായത് അമസ്യാവിന് ഉറച്ച ശേഷം അവൻ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന തന്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി. എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തൻ താന്റെ സ്വന്തം പാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ
അവൻ അവരുടെ മക്കളെ ഒന്നും കൊന്നില്ല എന്നാണ് പറയുന്നത്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 25-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ ആവർത്തന പുസ്തകം 24-16 ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് ഈ വേദഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരിക്കലും ഇത് ആദാമിന്റെ പാപത്തോട് ബന്ധപ്പെടുത്തി എല്ലാവരും മനസ്സിലാക്കിയത്, മറിച്ച് മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന കുറ്റകൃത്യത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. ഇസ്രായേലിന്റെ അകത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. ഏതൊരു വ്യക്തിയാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവനെ ശിക്ഷിക്കുക, അവന്റെ മക്കളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവർ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇത് തന്നെയാണ് ക്രിസ്ത്യാനികളായ ഞങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സുബോധത്തോടുകൂടെ ബൈബിൾ വായിക്കുന്ന ഏതൊരാൾക്കും ഇത് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ക്രിസ്ത്യാനികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി തങ്ങളുടെ മതത്തിലേക്ക് ആളെ ചേർക്കാൻ നടക്കുന്ന ദാവാക്കാരും അതുപോലെ ദൈവമക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ക്രിസ്ത്യൻ കൾട്ടുകളും ഈ വാക്യത്തിനെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ആദാമിന്റെ പാപത്തോട് ബന്ധപ്പെടുത്തിയാണ് അവരിതിനെ അവതരിപ്പിക്കുന്നത്. ഇനി ദാവാക്കാർ കൊണ്ടുവരുന്ന അടുത്ത വാക്യം നമുക്ക് നോക്കാം. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ച് എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ താൻ താന്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 29-30 വാക്യങ്ങളാണിത്. അപ്പൊ ഈ ദാവാക്കാർ വാദിക്കുന്നത് ഇവിടെ പറയുന്ന അന്നാളിൽ എന്ന് വെച്ചാൽ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അന്നാളിൽ എന്ന് പറയുന്നത് പരലോകത്ത് ശിക്ഷ വിധിക്കുന്ന നാളിലാണെന്നാണ് ദാവാക്കാരുടെ വ്യാഖ്യാനം. ആദാം ചെയ്ത പാപത്തിന്റെ ശിക്ഷ ആദാമും ബാക്കി ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ശിക്ഷ അവരവരുമാണ് അന്നാളിൽ അനുഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ആദാം പച്ചമുന്തിരിങ്ങ തിന്നതിന്റെ പേരിൽ ആദാമിന്റെ സന്തതികളുടെ പല്ല് പൊളിക്കുകയില്ല എന്നൊക്കെയാണ് അവർ നമ്മളോട് പറയുന്നത്. വാസ്തവത്തിലൂടെ അന്നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് നാളിനെ കുറിച്ചാണ് അതറിയണമെങ്കിൽ അതേ വാക്യത്തിന്റെ ആ പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ മുകളിൽ നിന്ന് അല്പം ഒന്ന് വായിച്ചാൽ മതി. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ രത്നചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ആ വാക്യം ഞാനത് ഉദ്ധരിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദ ദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് പറയും. അതിൽ യഹൂദയും അതിന്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവനെ ഞാൻ തൃപ്തി വരുത്തും. ഇതിങ്കൽ ഞാൻ ഉണർന്ന് എന്റെ നിദ്ര എനിക്ക് സുഖകരമായിരുന്നു എന്ന് കണ്ടു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്താനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ താൻ താന്റെ അകൃത്യം നിമിത്തം അത്രയും മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ. യിരെമ്യാവ് 31-ാം അധ്യായത്തിന്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ പ്രവചനം നടക്കുന്ന സമയത്ത് യഹൂദന്മാർ ബാബേലിൽ പ്രവാസ ജീവിതം അനുഷ്ഠിക്കുകയാണെന്നുള്ള കാര്യം നാം ഓർക്കണം. അവരെ ആ പ്രവാസത്തിൽ നിന്ന് യഹോവ മടക്കിക്കൊണ്ടുവരികയും യഹൂദാദേശത്ത് അവരെ വീണ്ടും പാർപ്പിക്കുകയും ചെയ്യുന്ന ആ കാലത്തെ കുറിച്ചാണ് ഇവിടെ അന്നാളിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നിഷ്പക്ഷ മനസ്സോടുകൂടെ ബൈബിൾ വായിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാകും. പരലോകത്തിൽ ന്യായവിധി നടത്തുന്ന നാളിനെ കുറിച്ചോ ആദാമിനെ കുറിച്ചോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു പഴുത് പോലും, അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനത്തിൽ കാൽ കുത്താനുള്ള ഇടം പോലും അവിടെ ഇല്ല. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ നിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്നുള്ള ഒരു പഴഞ്ചൊല്ലായിരുന്നു യെഹെസ്കേൽ 18-ന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ നിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത് എന്നാണ്? നിങ്ങൾ ഇനി ഇസ്രായേലിന് പഴഞ്ചൊല്ല് പറയുവാൻ ഇടവരികയില്ലെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ ഭാവിയിൽ പ്രവാസത്തിൽ നിന്ന് യഹൂദന്മാരെ മടക്കി വരുത്തുമ്പോൾ അവർ ഇസ്രായേലിൽ വന്ന് വീണ്ടും വിത്ത് വിതച്ച് മൃഗങ്ങളെ വളർത്തി മക്കളെയൊക്കെ പെറ്റുകൂട്ടി സമ്പൽ സമൃദ്ധിയോടുകൂടെ സമാധാനത്തോടുകൂടെ വീണ്ടും വസിക്കുന്ന ആ കാലം വരുമ്പോൾ അവർ ഈ പഴഞ്ചൊല്ല് പറയുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. അതല്ലാതെ മരണാനന്തരമുള്ള ഒരു കാലത്തിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇതൊക്കെ ദാവാക്കാരുടെ ദുർവ്യാഖ്യാനമാണ്, ക്രിസ്ത്യൻ കൾട്ടുകളുടെ ദുർവ്യാഖ്യാനമാണ്. അതിൽ കൂടുതലൊന്നുമില്ല. ആദാമിന്റെ പാപത്തിലൂടെ മനുഷ്യൻ പാപപ്രകൃതിയുള്ളവരായി മാറി. പാപപ്രകൃതിയിൽ ജനിക്കുന്നതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ, അത് ദാവാക്കാരാകട്ടെ കൾട്ട് ക്രിസ്ത്യാനികളാകട്ടെ, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. പാപത്തിന്റെ അനന്തരഫലമായിട്ടാണ് മരണം ഭൂമിയിലേക്ക് വന്നതെന്ന് ബൈബിൾ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പരിപൂർണനായ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അപൂർണത കടന്നു വന്നത് പാപത്തിന്റെ ഫലമായിട്ടാണ്. ജനിക്കുന്ന കുഞ്ഞിന് പാപപ്രകൃതിയില്ല, പരിപൂർണതയിലാണ്. പാപമില്ലാതെയാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നതെന്ന് വാദിക്കുന്നവർ സൃഷ്ടിയിൽ ഇന്ന് കാണുന്ന അപൂർണതയ്ക്ക് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ വികലാംഗരായി ജനിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നത്? പാപം ചെയ്യുന്ന ദേഹിയെ മരിക്കുകയുള്ളൂ. പാപത്തിന്റെ ഫലമാണ് മരണമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കെ പാപം ഒന്നും ചെയ്യാത്തത് നിങ്ങൾ പറയുന്ന ഈ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ വിശദീകരിക്കണം. ഈ കൾട്ടുകള് അതുപോലെ തന്നെ ദാവാക്കാരെ നിങ്ങളിത് വിശദീകരിച്ചേ മതിയാവുകയുള്ളൂ. ആദാമിൽ നിന്ന് ലഭിച്ച പാപപ്രകൃതി പരമ്പരയായി തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുന്നു എന്നുള്ളതിന് നല്ല ഒന്നാന്തരം തെളിവാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂനതകൾ. അതുപോലെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ചാപ്പിള്ളകളായി മരിച്ചുകൊണ്ട് ജനിക്കുന്നതൊക്കെ അത് പാപം ഈ ഭൂമുഖത്തുണ്ട് എന്നുള്ളതിന്, പാപം മനുഷ്യനിലൂടെ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നു എന്നുള്ളതിന് നല്ല തെളിവാണ്. ഇതിനെ നിഷേധിക്കുന്നവർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അടുത്തൊരു ചോദ്യം വരും, മനുഷ്യൻ പാപിയായി തീർന്നതിന് ദൈവം ഉത്തരവാദിയല്ലേ എന്ന്. അതിനുള്ള മറുപടി നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര ഇച്ഛയോടുകൂടിയാണ്. ഇച്ഛയോ വികാരങ്ങളോ ഇല്ലാത്ത റോബോട്ടിനെ പോലെയല്ല. ഭൂമിയിൽ തനിക്ക് കുറെ അടിമകൾ ഉണ്ടാകണമെന്ന് കരുതിയല്ല ദൈവം മനുഷ്യ സൃഷ്ടി നടത്തിയത്. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ആ അനുസരണം യാന്ത്രികമായൊരു തലത്തിൽ നിന്നുള്ളതാകരുത്. അങ്ങനെയുള്ളൊരു ആഗ്രഹമേ ദൈവത്തിനില്ല. ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയും തിരിച്ച് മനുഷ്യനിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ബൈബിൾ പറയുന്ന ദൈവം അങ്ങനെയാണ്. മനുഷ്യനെ അടിമയായി കാണുന്ന അള്ളാഹുവിനെ പോലെയുള്ള ഒരു ദൈവമല്ല ബൈബിളിലെ ദൈവം. വേണമെങ്കിൽ ദൈവത്തിന് മനുഷ്യനെ ഒരു യന്ത്രമനുഷ്യനെ പോലെ സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല. ദൈവം എന്തിച്ഛിക്കുന്നുവോ അങ്ങനെ തന്നെ അവൻ ജീവിക്കുകയുള്ളൂ. പാപമൊന്നും ചെയ്യാതെ ജീവിച്ചാനെ. പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു യന്ത്രമനുഷ്യൻ അതിന്റെ നിർമ്മാതാവിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് യാതൊന്നും പ്രവർത്തിക്കുകയില്ല. നിർമ്മാതാവിന്റെ ആജ്ഞകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അനുസരിക്കുകയും ചെയ്യും. ഒരു റോബോട്ട് ഒരിക്കലും അതിന്റെ നിർമ്മാതാവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. പക്ഷെ ഈ നിർമ്മാതാവ് റോബോട്ടിനോട് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കണം. അങ്ങനെ പറഞ്ഞെന്ന് വെച്ചോ. അങ്ങനെ പറഞ്ഞാൽ ഈ റോബോട്ടിന് അതിന്റെ നിർമ്മാതാവിനെ സ്നേഹിക്കാൻ കഴിയുമോ? എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സ്നേഹത്തിന്റെ നിർവചനങ്ങൾ നൽകാൻ അതിന് കഴിഞ്ഞെന്ന് വരാം. ഇപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ആ റോബോട്ടിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സ്നേഹം എന്നുള്ള കാര്യമൊക്കെ അത് വളരെ വ്യക്തമായിട്ട് നിർവഹിച്ചെന്ന് വരും. പക്ഷെ ഒരിക്കലും സ്നേഹിക്കാൻ ഈ റോബോട്ടിന് കഴിയുകയില്ല. സ്നേഹം എന്ന വികാരത്തിന് അന്യമാണ്. അത് ചിന്താശേഷിയുള്ള മനുഷ്യന്, വിവേചന ബുദ്ധിയുള്ള മനുഷ്യന്, ഇച്ഛാശക്തിയിലുള്ള മനുഷ്യന് അവന് മാത്രം വരുന്നതാണ്. അപ്പൊ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അനന്തരഫലമായിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ട് താഴെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ അനുസരിക്കണമെന്നാണ്, സ്നേഹിക്കണമെന്നാണ്. അനുസരിക്കണമെന്നല്ല, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ അവനെ സ്നേഹിക്കണം. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു അത് ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞു. സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാനായിട്ട് കഴിയൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളുമെന്ന്. വീണ്ടും ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ്.
അതുപോലെ 2 യോഹന്നാൻ 1:6 നാം വായിക്കുന്നുണ്ട്, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടക്കാനുള്ള കൽപ്പന ഇതത്ര. അപ്പൊ ഇവിടെയൊക്കെ ഊന്നി പറയുന്ന ഒരു കാര്യം സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവത്തെ അനുസരിക്കേണ്ടത്. അല്ലാണ്ട് നിർബന്ധത്തിന്റെ പുറത്ത് മനസ്സില്ലാ മനസ്സോടെ ദൈവത്തെ അനുസരിക്കണമെന്നും ദൈവം ഒരാളോടും പറയുന്നില്ല. അങ്ങനെയുള്ള അനുസരണം ഞങ്ങളുടെ ദൈവത്തിന് ആവശ്യമില്ല. ഞങ്ങളുടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്നേഹത്തിൽ നിന്നുളവാകുന്ന അനുസരണമാണ് തനിക്ക് ആവശ്യമെന്ന്. അപ്പൊ ഇതുകൊണ്ടാണ് ദൈവം മനുഷ്യരെ സ്വതന്ത്ര ഇച്ഛയോടുകൂടെ സൃഷ്ടിച്ചത്. ഈ സ്വതന്ത്ര ഇച്ഛ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാനും സ്നേഹിക്കാതിരിക്കാനും, ദൈവത്തെ സ്വീകരിക്കാനും സ്വീകരിക്കാതെ തള്ളിക്കളയാനും, നിഷേധിക്കാനും അംഗീകരിക്കാനും നിഷേധിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുനാളിൽ നീ മരിക്കുമെന്ന് ദൈവം ആദാമിനോട് കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആദാമിനുണ്ടായിരുന്നു. ദൈവം ആഗ്രഹിച്ചത് തന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മനുഷ്യൻ തന്റെ ഈ കൽപ്പന അനുസരിക്കണമെന്നായിരുന്നു. തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ആദാം നിർഭാഗ്യവശാൽ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചു. അവന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. അവന്റെ ദൈവിക പ്രകൃതി അതുപോലെ നഷ്ടപ്പെടുകയും പാപപ്രകൃതിയിലേക്ക് അവൻ മാറ്റപ്പെടുകയും ചെയ്തു. വാട്ടമോ കോട്ടമോ രോഗമോ മാലിന്യമോ ക്ലേശമോ നാശമോ ജീർണതയോ ഏശാത്ത, മരണം ഭവിക്കാത്ത വിധത്തിൽ ദൈവിക പ്രകൃതിയോടുകൂടെ ഉണ്ടായിരുന്ന ശരീരം അവന് നഷ്ടപ്പെട്ടു പോയി. പകരം ഇന്ന് നാം കാണുന്ന വിധത്തിലുള്ള പാപത്തിനും രോഗത്തിനും എല്ലാവിധമായ ജീർണതയ്ക്കും ഒക്കേത്തിനും ഉടമയായ അങ്ങനെയുള്ള ഒരു ശരീരത്തിന്, അതിനൊക്കെ സാധ്യതയുള്ള ഒരു ശരീരത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു. അങ്ങനെയുള്ള ശരീരത്തിന്റെ പാപജഡത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു. ഈ പാപപ്രകൃതിയുള്ള ശരീരം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ പാപപ്രകൃതിയുള്ള ശരീരത്തിൽ ജനിക്കുന്നു. ഒരാളുടെ ശരീരവും ദൈവ തേജസ്സോടുകൂടെ ഇല്ല. അത് നാം അറിഞ്ഞിരിക്കുന്നു. ആദാമും ഹവ്വയും മാത്രമേ ദൈവ തേജസ്സോടുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവരിൽ നിന്ന് ജനിച്ചവർ, അവർ പാപം ചെയ്തതുകൊണ്ട് ആ പാപത്തിന്റെ ഫലമായി ജനിച്ചവരെല്ലാം ഇങ്ങനെയാണ്. ആ പാപപ്രകൃതിയോടുകൂടെ പാപപ്രകൃതിയുള്ള ശരീരത്തോടുകൂടെയാണ് ജനിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത് സൃഷ്ടിപ്പിൽ വന്ന ന്യൂനതയല്ല, മറിച്ച് സൃഷ്ടിയുടെ അനുസരണക്കേടിനാൽ, തെറ്റായ തിരഞ്ഞെടുപ്പിനാൽ ഉണ്ടായ ഒരു ന്യൂനതയാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അനുസരിക്കാൻ തയ്യാറാകാതെ തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അവൻ ദുർവിനിയോഗം ചെയ്തതുകൊണ്ടുണ്ടായ ന്യൂനതയാണെന്ന് ദൈവം ഇതിന് ഒരു വിധത്തിലും ഉത്തരവാദിയാകുന്നില്ല. ഇനി മനുഷ്യന്റെ ഈ പാപത്തിന് യേശുക്രിസ്തുവിൽ കൂടി എങ്ങനെയാണ് പരിഹാരം ലഭിക്കുന്നത് എന്നുള്ള അതിപ്രാധാന്യമാർന്ന വിഷയം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. വീഡിയോ കണ്ട എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.